ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്ത്. ഇപ്പോൾ അടുത്ത ആഴ്ചക്കുള്ള ശ്ലോകം ബൈ ഹാർട്ട് ചെയ്യാനുള്ളത് 9:34 9:34. വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം. മന്മനാഭവമദ്ഭക്തോ. പഠിച്ചു. ഇത് പഠിച്ച അല്ല അതറിയണതാണ് എപ്പോഴും കോട്ട് ചെയ്തിട്ടേ. അല്ലല്ല, എന്തായാലും നമ്മൾ പഠിക്കണം. മന്മനാഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാം ഏവൈഷ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. മന്മനാഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാം ഏവൈഷ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ഓക്കെ, സന്ധ്യ മാതാജി ഒന്ന് റിസൈറ്റ് ചെയ്യൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭക്തോ മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണ. മംഗളമാതാജി. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്മനാഭവ മൽഭക്തോ മധ്യാജീവം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മൽപരായണ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസ്യ യുക്തൈവമാത്മാനം മത്പരായണഃ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമൈ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്മനാഭവ മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മൽപരായണഃ. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും. ഹരേ കൃഷ്ണ. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെട്ട ശ്ലോകമാണ്. 9:34 18:65 അല്ലെ? സെയിം ഇൻസ്ട്രക്ഷൻ ആണ് ഭഗവാൻ തന്നിരിക്കുന്നത്. സെയിം ഇൻസ്ട്രക്ഷൻ, 4 ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. മന്മന, എപ്പോഴും എന്നെ സ്മരിക്കുക. ഭാവമദ്ഭക്തോ, എൻ്റെ ഭക്തനാവുക. മധ്യാജി, എന്നെ പ്രാർത്ഥിക്കുക. നമസ്കുരു, എന്നെ പ്രണമിക്കുക. ഈ 4 ഇൻസ്ട്രക്ഷനാണ് ഈ 2 ശ്ലോകത്തിലും തന്നിരിക്കുന്നത്. 9:34 ആൻഡ് 18:65. എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യണത്? അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അതിന് എംഫസൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന് സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ള പ്രധാനപ്പെട്ട 4 ഇൻസ്ട്രക്ഷൻ ഭഗവത്ഗീതയിൽ. ഇത് നമ്മൾ ശരിക്കും പാലിക്കുകയാണെങ്കിൽ നമ്മൾ കൃഷ്ണാവബോധത്തിൽ എത്തിക്കഴിഞ്ഞു.
യാതൊരു സംശയവുമില്ല. വളരെ സിൻസിയറായിട്ട് നമ്മളിത് ഫോളോ ചെയ്താൽ നമ്മളെ കൃഷ്ണ കോൺഷ്യസ് സക്സസ് ആയി എന്ന് ഉറപ്പ് വയ്ക്കാം എന്ന് ഉറപ്പ് വരുത്തും. അതാണ് പറയുന്നത്. ഇതിന് ഒരുപാട് തവണ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പർപ്പോട്ട് ഈ രണ്ട് ശ്ലോകത്തിൻ്റെയും 934 and 1865 രണ്ട് ശ്ലോകത്തിൻ്റെയും പർപ്പോട്ട് വായിക്കുക. കൂടുതൽ വീണ്ടും വായിക്കുമ്പോൾ കൂടുതൽ റിയലൈസേഷൻ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് സ്മർത്തവ്യം സതതം വിഷ്ണുർ വിസ്മർത്തവ്യം ന ജാതുചിത് സർവേ വിധി നിഷേധാസ്യൂർ ഏതയോർ എവ കിങ്കര അല്ലെ, നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? സ്മർത്തവ്യം സതതം വിഷ്ണു, ഓൾവേസ് റിമെമ്പർ കൃഷ്ണ. വിസ്മർത്തവ്യം ന ജാതുചിത്, ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് രണ്ടും ഒരു കോൺട്രഡിക്ടറി എഴുതുന്നില്ല. ആൾവേസ് റിമെമ്പർ കൃഷ്ണ, എപ്പോഴും സ്മരിക്കണം എന്ന് പറഞ്ഞാൽ നെവർ ഫോർഗെറ്റ് കൃഷ്ണ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് അല്ലേ? ആദ്യത്തെ ഇൻസ്ട്രക്ഷനിൽ അല്ലേ സാവിത്രി മാതാജി? ആൾവേസ് റിമെമ്പർ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ അതിൽ ആൾറെഡി ഇൻക്ലൂഡഡ് ആണ്, നെവർ ഫോർഗെറ്റ് കൃഷ്ണ. പിന്നെന്തുകൊണ്ടാണ് വീണ്ടും അതിനെ എടുത്തു പറയുന്നത്? സ്ട്രെസ് കൊടുക്കാൻ വേണ്ടി, അത്രയും പ്രാധാന്യമുള്ളത്. ഇപ്പൊ നമ്മള് സ്കൂളിൽ ഇപ്പൊ ടീച്ചറൊക്കെ അല്ലേ മാതാജി സ്കൂളിൽ പറയാം, നാളെ എല്ലാവരും കണക്ക് പുസ്തകം കൊണ്ടുവരണം കേട്ടോ, കൊണ്ടുവന്നില്ലെങ്കിൽ അവിടുത്തെ താക്കീതാണ് അല്ലേ? ഒരു താക്കീതാണ്. അതേപോലെയാണ് ആൾവേസ് റിമെമ്പർ കൃഷ്ണ നെവർ ഫർഗെറ്റ്. അങ്ങനെ നമ്മളെ സ്മരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസസ് പറയാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്. അപ്പൊ സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജ, ഒരിക്കലും മറക്കാൻ പാടില്ല, എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. സർവേ വിധി നിഷേധാസ്യൂർ, എല്ലാ ശാസ്ത്രവിധിയും എന്താണ് യമനിയമങ്ങളും എല്ലാ ശാസ്ത്രത്തിൻ്റെയും യമനിയമങ്ങളെ ഈ രണ്ട് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? വേദങ്ങളിൽ ഒരുപാട് യമനിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വേദങ്ങളിലെ ഈ ശാസ്ത്രത്തിലെ എല്ലാ യമനിയമങ്ങളും ഈ രണ്ട് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പം മന്മന, എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും മറക്കരുത് സ്മരിക്കാൻ. ഭാവമത് ഭക്തോ, എൻ്റെ ഭക്തനാവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനാ പറയുന്നത്. എൻ്റെ എന്ന് പറഞ്ഞാൽ ആരുടെ ഭക്തനാവണം? മുരുകൻ്റെ ആണോ? ഗണപതിയുടെ ആണോ? ദേവിയുടെ ആണോ? ശിവന്റെ ആണോ? അല്ല, എൻ്റെ ഭക്തനാവണം. വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. പറയുന്ന വ്യക്തി ആരാണ്? ഭഗവാൻ അല്ലെ? കൃഷ്ണൻ അർജുനോട് പറഞ്ഞെടുക്കുന്നത്. അപ്പൊ എൻ്റെ ഭക്തനാവാന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തനാവണം. നമ്മൾ വേറൊരാളുടെ ഭക്തനായിട്ട് കാര്യമില്ല. വളരെ സ്പെസിഫിക് ആണ്. പിന്നെ അതിനെ നമ്മൾ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാണ്. ആ ഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ ആശ്രയിക്കുക, ശരണം പ്രാപിക്കുക എന്നൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യും ആൾക്കാർ പല വിധത്തിലും. അതല്ല, വളരെ ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ആണ്. എന്നെ മാത്രം അല്ലെ? കീർത്തനാത് ഏവ കൃഷ്ണസ്യ കലയർ ദോഷം നിധേ രാജൻ അല്ലെ? പരീക്ഷിത് മഹാരാജനോട് സുഖദേവ് ഗോസ്വാമി പറയുന്നുണ്ട്, കീർത്തനാത് ഏവ കൃഷ്ണസ്യ, കൃഷ്ണന്റെ കീർത്തനം മാത്രം. കാരണം അദ്ദേഹം മാത്രമേ അതിന് അർഹതയുള്ളൂ കീർത്തനത്തിന്. കാരണം വെച്ചാൽ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തമ ഭഗവാൻ, പരമ ദിവ്യോത്തമ പുരുഷൻ. അപ്പൊ അദ്ദേഹത്തിനെ നമ്മൾ കീർത്തിക്കണം. അപ്പം ആരുടെ ഭക്തനാണെന്ന് അതും ക്ലാരിറ്റി കിട്ടി. മധ്യാജി, ആരെ പ്രാർത്ഥിക്കണം, ആരെ ഉപാസിക്കണം? ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ മാക്സിമം വിഷ്ണു തത്വാസ്. മറ്റവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ആദരിക്കണം. കാരണം എങ്ങനെ ആദരിക്കണം? ഭഗവാൻ കൃഷ്ണന്റെ ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് നമ്മൾ ആദരിക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ആദരിക്കാൻ പാടില്ല. കാരണം ദേ ആർ നോട്ട് ഇൻഡിപെൻഡന്റ്. അത് ബ്രഹ്മാവിനും ശരി, ശിവനായാലും ശരി, ദേവി ആയാലും ശരി, ഗണപതി ആയാലും ആരായാലും ശരി, അവരെല്ലാം ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷേ ഇൻഡിപെൻഡന്റ്ലി അല്ല, ഭഗവാന്റെ ഓത്തറൈസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് നമ്മൾ ആദരിക്കണം. ഭഗവാനായിട്ട് ആദരിക്കാൻ പാടില്ല.
അങ്ങനെ ചെയ്താൽ ഇത് തെറ്റാണ്. അതുകൊണ്ടാണ് ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ആരെ ഉപാസിക്കണം എന്നതിന് ക്ലിയർ ആണ് അല്ലേ? ഏകല ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ. ഈശ്വരൻ ഒരാളേ ഉള്ളൂ, ഏകല ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ. ബാക്കി എല്ലാവരും ഭൃത്യ, സേവകന്മാരാണ്. അത് നമ്മൾ വേരിയിങ് ഡിഗ്രി, വേരിയിങ് ലെവലിലാണ് നമ്മുടെ ആ പൊസിഷൻ. നമ്മൾ സാധാരണ സേവകന്മാര്, അവർ ഉയർന്ന തലത്തിലുള്ള സേവന്മാര്, ബ്രഹ്മാവും ശിവനും ദേവിയും മുരുകനും ഗണപതിയും ഹനുമാരൊക്കെ ഉയർന്ന നിലയിലുള്ള സേവന്മാര്. നമ്മൾ സാധാ ഏകല കൃഷ്ണ ഏകല കൃഷ്ണ ഏകല ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ. ഏകല ഈശ്വരൻ ഒരാളേ ഉള്ളൂ, കൃഷ്ണ ആര സഭ ഭൃത്യ. ബാക്കി എല്ലാവരും ഭൃത്യന്മാരാണ്. അപ്പൊ ഇത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കൃഷ്ണനെ ഉപാസിക്കാണ് മധ്യാജി. നമസ്കുരു, എന്നെ പ്രണമിക്കാൻ. ഭഗവാന്റെ ആ പാദത്തില് നമ്മൾ സമർപ്പണം ആ മനോഭാവത്തോടുകൂടി നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കല്ലോ. പേടിയും എന്നുള്ള ലാമെന്റേഷൻ, ശോകം മോഹ ഭയാപഹ, ശോകം മോഹം ഭയ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കാണ് പറയുന്നത്, വേറെ ആരും ശരണം പ്രാപിക്കാറില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഭഗവാനെ മാത്രം ശരണം, ബാക്കിയെല്ലാം ശരണം പ്രാപിച്ചാൽ എന്താണ്? താൽക്കാലികമായിട്ടുള്ള. ദ്രൗപദി ശരണം പ്രാപിച്ചു. ദുശാസൻ മുടി മുടിച്ചിട്ട് വലിച്ചഴിച്ച് വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദി ആരെ ശരണം പ്രാപിച്ചു? ആദ്യം തൻ്റെ ഭർത്താക്കന്മാരെ, പഞ്ചപാണ്ഡവന്മാരെ, ഭീഷ്മ പിതാമഹനെ, ദ്രോണാചാര്യരെ, ധൃതരാഷ്ട്രരെ. ചെയ്യാൻ പറ്റിയോ? വല്ലതും ചെയ്യാൻ പറ്റിയോ? ഇല്ല. അവസാനം ആരെ ശരണം പ്രാപിച്ചു? ഭഗവാൻ കൃഷ്ണനെ. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ സഹായിച്ചു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ എഫേർട്ട് എടുക്കണ്ട എന്നല്ല പറയുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി നമുക്ക് ശരണം തരുന്നത് ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ബാക്കി വല്ലവരും തരുന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ കൃഷ്ണന്റെ അതോറിറ്റി വെച്ച് തരുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ കൊടുത്ത അതോറിറ്റി മുഖേന നമുക്ക് തന്നു, അത്രയേ ഉള്ളൂ. ഇൻഡിപെൻഡന്റ്ലി ഒരാൾക്കും ഒന്നും തരാൻ പറ്റില്ല, ഒരു ഡെമിഗോഡ്സിനും. ഇതെല്ലാം അവരുടെ ഒരു അതോറിറ്റിയുടെ അധീനത്തിൽ പെടുന്ന അതോറിറ്റി വെച്ച് തരുന്നതാണ്. നമുക്ക് വരം, നമ്മൾ പല ദേവി ദേവതമാരെ നമ്മൾ ആരാധിച്ച് നമുക്ക് വരം തരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഭഗവാൻ സാങ്ഷൻ ചെയ്താലേ കൊടുക്കാൻ പറ്റൂ. ഓ, രാവണൻ, അതേപോലെ ഹിരണ്യകശിപു, കംസ, ഇവരെല്ലാം അന്യ ദേവി ദേവതമാരെ, ബ്രഹ്മാവിനെ ശിവനെയൊക്കെ പ്രീതിപ്പെടുത്തുന്നു. അവർക്ക് വരം കിട്ടുന്നു. അവർക്ക് വരം കിട്ടുന്നത് ആര് കൊടുക്കുന്ന? അൾട്ടിമേറ്റ്ലി ഭഗവാൻ കൃഷ്ണൻ തന്നെ കൊടുക്കുന്നത്. അൾട്ടിമേറ്റ്ലി അവിടെ നിന്നാണ് അതിന്റെ സാങ്ഷൻ വരുന്നത്. ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ആരെ ശരണം പ്രാപിക്കണോ? ആരാണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെ മാത്രം. മന്മന ഭവമദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു. ഈ 4 ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ നമുക്ക്, അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും അല്ലേ? വളരെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്ത് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻസ്ട്രക്ഷൻ ആണ് ആക്ച്വലി സ്പീക്കിംഗ്. സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും കൂടിയിട്ട് പല ആൾക്കാർക്കും ഇത് ഡൈജസ്റ്റ് ആവില്ല. എന്തുകൊണ്ട് കൃഷ്ണനെ മാത്രം? എന്തുകൊണ്ട് ശിവനെ പറ്റില്ല? എന്തുകൊണ്ട് ഗണപതി പറ്റില്ല? എല്ലാവരും ഒന്നല്ലേ? അങ്ങനെ പല ഇതും. കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽക്കേ ഒരു തെറ്റായിട്ടുള്ള സിദ്ധാന്തം കേട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം ഫോറിനേഴ്സിന് ഈസിയാണ് ഡൈജസ്റ്റ് ചെയ്യാൻ. കാരണം അവരെല്ലാം തലയിൽ കച്ചറ നിറച്ചിട്ടില്ല. നമ്മുടെ നല്ലതും ചീത്തയും ഉള്ളതും ഇല്ലാത്തതും അതായത് ആചാരങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും എല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ക്ലീൻ ചെയ്താലേ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പോകുള്ളൂ. അപ്പൊ നമ്മുടെ അതെല്ലാം നിറച്ച് കാരണം നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ മതി. നേരെ മറിച്ച് ഫോറിനേഴ്സിന്, പ്രഭുപാദയ്ക്ക് ഒരു നല്ല കാര്യം അതാണ്. അവിടെ ചെന്നപ്പോൾ അവരുടെ ക്ലീൻ സ്ലൈറ്റ് ആയിരുന്നു. അമേരിക്കൻസിന്റെയും യൂറോപ്യൻസിന്റെയും എന്തായിരുന്നു?
ക്ലീൻ സ്ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ഈസിയായി. നമ്മുടെ ക്ലീൻ സ്ലേറ്റ് അല്ല. അതാണ് പ്രശ്നം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ഇതാണ് 4 ഇൻസ്ട്രക്ഷൻ. നമ്മളിത് വളരെ സിൻസിയറായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയം തീർച്ച അല്ലേ കൈവരിക്കാൻ പറ്റും. ഓക്കെ, സോ പിന്നെ അത് മാത്രല്ല, ഭൗതികതയിൽ നിൽക്കുമ്പോ ആ സ്മരണ എപ്പോഴും വരാനും എളുപ്പല്ലേ പ്രഭു? എന്താ പറഞ്ഞ മാതാജി? എപ്പോഴും സ്മരണ വരുന്നതോ കാര്യം എളുപ്പല്ല എന്ന് പറയാം. അത് പ്രാക്ടീസ് കൂടെ പറ്റുള്ളൂ. നമ്മൾ അതിനുള്ള സിൻസിയർ എഫേർട്ട് എടുക്കുക തന്നെ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ശ്ലോകം, ഇപ്പൊ മാതാജി പറഞ്ഞു ശ്ലോകം പഠിച്ചാൽ ഓർമ്മിക്കുന്നില്ല, എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിയും. ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ അതൊന്നും, എസ്പെഷ്യലി നമ്മളുടെ ഏജ് ഫാക്ടേഴ്സ് അല്ലേ, ഏജ് ഫാക്ടർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കുട്ടികൾ പറഞ്ഞു നോക്കൂ, ഒരു 5 മിനിറ്റ് കൊണ്ട് അവർ ബയാട്ട് ചെയ്യും കുട്ടികൾ. നമ്മളുടെ ഏജ് അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ ഏജ് മാറ്റേഴ്സ്, ഏജ് ഫാക്ടർ ഉണ്ട്. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ, കാരണം നമ്മുടെ തലയിൽ ഒരുപാട് അനാവശ്യ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ മെച്യൂരിറ്റി ആവുന്നവരെ നമ്മൾ കൂടുതൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ തലയിൽ നടത്തിയിരിക്കുക. അതുകൊണ്ട് അതിനെ ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഒരു ദിവസം നമുക്കത് ബയാട്ടാകും. അതേപോലെ ഇതും സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം. പിന്നെ അത്രയും സുഹൃതി ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പറ്റും. അപ്പൊ നമ്മളുടെ സുഹൃത്തിയുടെ ആ ലെവൽ അനുസരിച്ചിരിക്കും നമ്മളുടെ അഡ്വാൻസ്മെന്റും. അതാണ് ഓരോരുത്തരുടെയും അഡ്വാൻസ്മെന്റ് വേരിയിങ് ഡിഗ്രിയിലാണ്. ചില ആൾക്കാർ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്യും, ചില ആൾക്കാർ സമയമെടുക്കും. ഈവൻ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നത് ചില കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും അല്ലേ, ചില കുട്ടികൾ സമയമെടുക്കും. അപ്പൊ അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ, അവരുടെ അറ്റൻഷൻ, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഇതിനെ ബാധിക്കും. ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അറ്റൻറ്റീവ് ആയിരിക്കില്ല ക്ലാസ്സിൽ കുട്ടികൾ. ചില ആൾക്കാർക്ക് ഇത് എങ്ങനെയും അറിഞ്ഞിരിക്കണം, ഇത് പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു ഉത്സാഹം ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. മറ്റത് റിച്വലായിട്ട് അച്ഛൻ പറയുന്നു, അല്ലെങ്കിൽ അമ്മ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആൾക്കാർ പറയുന്നു, അതുകൊണ്ട് ഞാൻ അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്നു, ഒരു വഴിപാടിന് വേണ്ടിയിട്ട്. സ്വന്തം താല്പര്യം കാണുന്നില്ല, അപ്പോൾ അവർക്ക് സമയമെടുക്കും. അപ്പം ഇതെല്ലാം ഇറ്റ് ഡിപ്പെൻഡ്സ് മെനി ഫാക്ടേഴ്സ്, ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും ഇതെല്ലാം. അപ്പം നമ്മളുടെ സ്മരണ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സിൻസിയറായിട്ട് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. അല്ല, നമ്മളത് വളരെ ലൈറ്റ്ലി എടുത്താൽ പറ്റില്ല. ഈവൺ ഒരു ശ്ലോകം പഠിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പഠിക്കണം എന്നുള്ളത് കൊണ്ട് ബൈഹാർട്ട് ചെയ്യണം എന്നുള്ളത് കുറച്ച് വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒക്കെ എല്ലാവരും ഇപ്പം നമ്മൾ ഒരു 10 പ്രാവശ്യം വായിച്ചാലും നമ്മൾ അതിൻ്റെ ശ്രദ്ധ വെച്ച് കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് 2-3 പ്രാവശ്യം നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അവനവൻ്റെ ആ ഉത്സാഹത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും, ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ സ്മരണം നടക്കും. പക്ഷേ എന്താണ് നമ്മളുടെ ആ ടേസ്റ്റ് വരണമെങ്കിൽ ടേസ്റ്റുള്ള ആൾക്കാരായിട്ട് സഹവസിക്കണം അല്ലേ, അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മുടെ സഹവാസം വേണം, ഇല്ലെങ്കിൽ നടക്കില്ല. പിന്നെ തീർച്ചയായിട്ടും ഭഗവാന്റെയും ഭക്തന്മാരുടെയും കൃപ, അവരെ മോട്ടിവേഷൻ, അവരെ ഇൻസ്പിരേഷൻ, ഇതെല്ലാം കണക്കിലെടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇതാണ് എന്താണ്. അപ്പം നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യുക, എന്താണ് ലാക്ക് ചെയ്യുന്നത്, എവിടെയാണ് നമ്മുടെ പാളിച്ചകൾ, എവിടെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ട് ചെയ്യുക. എങ്ങനെ നമുക്കത് അതിനെ മറികടക്കാൻ പറ്റും ഈ പ്രശ്നങ്ങളെ, എന്നിട്ട് നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും. കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ ശ്ലോകം 36 അല്ലേ? എന്ത് പ്രവചി 36? നമ്മൾ 4 എടുത്തല്ലോ, അതീന്ദ്രിയ ജ്ഞാനം. 4 ഇത് 4 36 അല്ലേ? അത് എത്രയാണ്? അധ്യായം ശരിയാണ്. ഓക്കെ സോറി. 4 എന്താ നമ്പർ? 2 ആണ് തോന്നുന്നു. 1 എടുത്തു. 2 അല്ല, 2 മാർക്ക് ചെയ്തിട്ടില്ലല്ലോ.
ഒരു മിനിറ്റ്. 4 ഒന്നാമത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുന്നത് എന്തൊക്കെ പറഞ്ഞു, വംശങ്ങളൊക്കെ പറഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. അപ്പൊ ഒന്നാമത്തെ ശ്ലോകം മാത്രമേ അന്ന് എടുത്തിട്ടുള്ളൂ. ഒന്നാമത്തെ എടുത്തുള്ളൂ. ആ അത് ഓക്കെ. കംപ്ലീറ്റ് കൊറേ ഉണ്ട്. അപ്പൊ അത് ഉള്ള കാരണം രാത്രിയും പകലും ഒരു ദിവസമൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം മുതൽ എടുക്കണ്ടല്ലേ എന്ന്? ആ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ഒന്നെടുത്തിട്ട് ബ്രഹ്മാവിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പോയി. പ്രാപ്തമിതം ദർശയോ ആ ശ്ലോകം. അപ്പൊ എന്നാ രണ്ടു മുതൽ എടുക്കാം അല്ലെ? ഉം. എവിടുന്നോ ഒരു ശബ്ദം വരുന്നുണ്ട്. സന്ധ്യമാതേജിയുടെ സംശയമുണ്ട്. ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി. സംസാരിക്കാത്ത സമയത്ത് മ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഭയങ്കര കാറ്റുണ്ട്, അതാന്ന് തോന്നുന്നു ഭയങ്കര ശബ്ദം. ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ അല്ലെ? അപ്പൊ ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിക്കാം നമുക്ക്, എന്നിട്ട് അതിലേക്ക് പോവാം. ശ്രീ ഭഗവാൻ വാച്ച ഇമാം വിഭസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിഭസ്വാൻ മനവേ പ്രാഹ മനുരക്ഷാകവേ ബ്രവീത്. അപ്പൊ എങ്ങനെയാണ് ഈ സയൻസ് പരമ്പരാഗതമായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അറ്റ് Lord Sri Krishna said, I instructed this imperishable science of yoga to sun god Surya Bhagavan Vivaswan, and Vivaswan instructed it to Manu, the father of mankind, and Manu in turn instructed to Ikshvaku. അപ്പൊ ഈ വിവസ്വാൻ പറഞ്ഞത് ഇപ്പോ 7ാമത്തെ മന്വന്തരത്തിലുള്ള ആണ് അല്ലെ? 7ാമത്തെ മന്വന്തരം ഉള്ളാണ് വൈവസ്വത മനു. വിവസ്വാൻ തന്റെ മകൻ മനുവിന് കൊടുത്തു, അതാണ് വൈവസ്വത മനു. അപ്പൊ ഈ പർട്ടിക്കുലർ കൽപ്പത്തിലുള്ള ബ്രഹ്മാവിന്റെ ഈ പർട്ടിക്കുലർ കൽപ്പത്തിലുള്ള മനു 7ാമത്തെ മനുവിനാണ്. 7ാമത്തെ മന്വന്തരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ മന്വന്തരം സ്വയംഭുവ മനു, ഇതിനു മുമ്പത്തെ മന്വന്തരം ചക്ഷുഷ മനു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ മന്വന്തരത്തില് വിവസ്വാനാണ് സൺഗോഡ്, അദ്ദേഹത്തിന്റെ മകനാണ് മനു, അദ്ദേഹത്തിന്റെ മകനാണ് ഇക്ഷ്വാകു. അങ്ങനെ പരമ്പരാഗതമായിട്ട് ഈ യോഗ സിസ്റ്റം, ഈ സയൻസ് ഓഫ് ഗോഡ് നമുക്ക് സാമാന്യ ജനങ്ങൾക്ക് എത്തിച്ചു. അടുത്തത് ഏവം പരംപരാ പ്രാപ്തം ഇമാം രാജർഷയോ വിദുഃ സകാലനേഹ മഹതാ യോഗോ നഷ്ടാ പരന്തപാ. ഏവം പരംപരാ പ്രാപ്തം ഇമാം രാജശ്രയോ വിദുഃ സകാലനേഹ മഹതാ യോഗോ നഷ്ടാ പരന്തപാ. സന്ധ്യ മാതാജി. നമോ ഭഗവതേ വാസുദേവായ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദു സകാലേ നേഹ മഹദാ യോഗോ നഷ്ട പരന്തപ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോ വിദോ സകാലേ നേഹ മഹദാ യോഗോ നഷ്ട പരന്തപ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദോ സകാലേ നേഹ മഹദാ യോഗോ നഷ്ട പരന്തപ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ. അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ. അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. This supreme science was thus received through the chain of disciplic succession, and the saintly kings understood it in that way. അപ്പോ ഈ സുപ്രീം സയൻസ്, ഈ ശാസ്ത്രം, ഈ ഗീത, ഈ ഉപദേശം എങ്ങനെയാണ് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ വന്നതാണ്. ഏവം പരമ്പരാപ്രാപ്തം, പരമ്പരാഗതമായിട്ട് കിട്ടിയതാണ്. അങ്ങനെയാണ്
രാജകുമാർ സെയിൻലി കിങ്സ് ഇതിനെ മനസ്സിലാക്കിയത്. ബട്ട് ഇൻ കോഴ്സ് ഓഫ് ടൈം കാലക്രമേണ എന്ത് പറ്റി? സക്സഷൻ വാസ് ബ്രോക്കൺ. ഈ ശൃംഖല പൊട്ടിപ്പോയി. ആൻഡ് therefore the science as it appears to be lost. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു. ഈ നിർദ്ദേശം ഭഗവാന്റെ ഈ സയൻസ്, ഈ ശാസ്ത്രം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. It is clearly stated that the Gita was especially meant for the saintly kings because they were to execute its purpose in ruling over the citizen. ഇത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? സെയിൻലി കിങ്സ്. ഇവരെല്ലാം രാജാക്കന്മാരാണ്. വിവസ്വാനും രാജാവാണ്, ഇക്ഷ്വാക്കും മനു ഒക്കെ രാജാക്കന്മാർ, എല്ലാം റൂളേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കാരണം? ഒരു ഓഫീസില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആർക്കാ പറഞ്ഞു കൊടുക്കുക? അതിന്റെ സാധാരണ ഒരു ഓഫീസ് ബോയിനോ കൊടുക്കുക, അല്ലെങ്കിൽ പ്യൂണിനോ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലർക്കിനോ അല്ല. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാനേജേഴ്സിന് അല്ലേ, അവരാണ് അതിനുശേഷം അവർ പിന്നെ അത് ഡിസമിനേറ്റ് ചെയ്യുക. അപ്പൊ അതുപോലെ ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാര്, അന്നത്തെ രാജാക്കന്മാർ പറഞ്ഞാൽ ഭഗവാന്റെ പ്രതിനിധികളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് രാജാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. അവരാണ് പ്രജകൾക്ക് പറഞ്ഞു കൊടുക്കുക. സഡൻലി ഭഗവത്ഗീത വാസ് നെവർ മെന്റ് ഫോർ ദ ഡെമോണിക് പേഴ്സൺസ്. അസുരന്മാർക്കുള്ളതല്ല ഭഗവത്ഗീത. would dissipate its value for no one's benefit and would devise all types of interpretations according to personal whims. അവനെന്താ ചെയ്യുക? അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കും, അതിന്റെ വാല്യൂ ഇല്ലാതാക്കും. അപ്പൊ അതുകൊണ്ട് അസുരന്മാർക്കല്ല ഈ ശാസ്ത്രം പറഞ്ഞു കൊടുക്കേണ്ടത്. As soon as the original purpose was scattered by the motives of the unscrupulous commentators, there arose the need to re-establish the discipline system. അപ്പൊ അങ്ങനെ ഒരുപാട് അപസമ്പ്രദായങ്ങൾ പേഴ്സണൽ മോട്ടീവ്സിന് വേണ്ടിയിട്ട് അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനത്തെ ഒരു ആവശ്യം വന്നു, അതിനെ ശരിക്ക് കറക്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യം വന്നപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ സ്വയം വന്നു അതിനെ വീണ്ടും അർജുന് പറഞ്ഞു കൊടുക്കുക ചെയ്തത്, ഫ്രഷ് ആയിട്ട്. അപ്പൊ ഈ ശാസ്ത്രം എന്നോ മുതൽക്കുണ്ട്, പക്ഷെ അത് ഇറ്റ് ഗോട്ട് ലോസ്റ്റ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. പക്ഷെ വീണ്ടും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയം വന്നു, തൻ്റെ ഭക്തനായിട്ടുള്ള തൻ്റെ സുഹൃത്തായിട്ടുള്ള അർജുനൻ അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അർജുനൻ മുഖേന നമുക്കെല്ലാം ഈ ഭഗവത്ഗീത നിർദ്ദേശം കിട്ടി. സോ 5000 years ago it was dictated by the Lord himself that the discipline system was broken, and therefore he declared that the purpose of the Gita appeared to be lost. In the same way, at the present moment also, there are so many editions of the Gita, especially English, but almost all of them are not according to authorized discipline system. അപ്പൊ അതേപോലെ തന്നെ 5000 വർഷം മുമ്പേ എങ്ങനെ ഭഗവാൻ സ്വയം ഇറങ്ങി വന്നിട്ട് അതിൻ്റെ ഒറിജിനൽ വേർഷൻ കൊടുത്തു അർജുനന്. കാരണം സംഘോടന പറഞ്ഞു കൊടുത്ത ശേഷം പരമ്പരാഗതമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒരുപാട് മിസ്ഇന്റർപ്രിട്ടേഷൻ, മനിപ്പുലേഷൻ, ഇന്റർപ്രിട്ടേഷൻ നടന്നിട്ടുണ്ട്. അപ്പോ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അല്ല കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ സ്വയം വന്നു അർജുന് കൊടുത്തു. അതേപോലെ 5000 വർഷത്തിന് ശേഷം നമുക്ക് ഇവിടെ 600-ൽ പരം ഭഗവത്ഗീത എഡിഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒറിജിനൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യം എന്താ? അപ്പൊ എല്ലാവരും ഭഗവത്ഗീതയ്ക്ക് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു അവനവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട്. അപ്പൊ 600-ൽ പരം എഡിഷൻ വന്നു. അപ്പൊ ഏത് ശരി, ഏതാ പാല് ഏതാ വെള്ളം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പാലിൽ വെള്ളം ചേർത്താൽ ഹംസത്തിന് മാത്രമേ അതിന് പാല് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, വെള്ളം മാറ്റിയിട്ട്. നമുക്കത് പറ്റില്ല. അപ്പോ there was a need again ഇപ്പോൾ recently after 5000 years, and Prabhupada did it. So Prabhupada was responsible or instrumental in giving the Bhagavad Gita as it is to humanity at large, humankind. അതാണ് ഇവിടെ പറയുന്നത്. So 5000 years ago it was detected by the Lord himself that discipline system was broken, and therefore he declared that the purpose of the Gita appeared to be lost. In the same way, അതേപോലെ
At the present moment also there are so many editions of the Gita, especially in English. But almost all of them are not according to the authorized disciplination. Almost all of them. That means literally ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കുള്ള ഒരു എഡിഷൻ. പ്രഭുപാദയുടെ റിപ്പോർട്ടർ പ്രഭുപാദ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എഴുതുന്നതിന് മുമ്പേ റിപ്പോർട്ട് ചോദിച്ചു, ഐ വാണ്ട് ടു ഹാവ് എ ഭഗവത്ഗീത കോപ്പി, ഐ വാണ്ട് ടു റീഡ്. So which one do you suggest? Prabhupada could not give one edition. ഒരു എഡിഷൻ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. Prabhupada knew that nothing was there as it is. ആണ് പറയുന്നത്. So there are innumerable interpretations rendered by different mundane scholars. അത് ഇത് അണ്ടർലൈൻ ചെയ്യണം. എന്താണ് ഡിഫറെന്റ് മണ്ടൈൻ സ്കോളേഴ്സ്? എന്താണ് ഇതിന്റെ റെലവൻസ്? എന്താണ് ആർക്ക് പറയാൻ പറ്റും? ഹരേ കൃഷ്ണ പ്രഭുജി, എന്താണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്? ഭൗതികവാദികളായ ഒട്ടേറെ പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന് ഈ വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ പ്രഭുവാദിയും. അതുകൊണ്ടാണ് ഡിഫറെന്റ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞില്ല, ഡിഫറെന്റ് മണ്ടൈൻ സ്കോളേഴ്സ് എന്ന് പറഞ്ഞു. എന്താ ഈ മണ്ടൈൻ അവിടെ എടുത്ത് പറയാൻ കാരണം? ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കാൻ കാരണം എന്താ? ഭൗതികവാദികളായ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് കാരണം? ഭൗതികവാദികളും എഴുതിയ എന്താ പ്രശ്നം? താല്പര്യത്തിനനുസരിച്ചിട്ട് അവരുടെ കോൺഷ്യസ്നെസ് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡിവോട്ടീസ് അല്ല അവര്. എന്താണ് അവരെഴുതുമ്പോ എന്താണ് പ്രശ്നം? All of them do not accept Supreme Personality of God and Krishna, although they make a good business on the words of Krishna. ഇതിന്റെ തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ വലിയ ബിസിനസ് ഉണ്ടാക്കും. മാനേജ്മെന്റ് സ്കൂളും അതിന് ഭഗവത്ഗീതയിലെ തത്വങ്ങളൊക്കെ എടുത്തിട്ട് പുതിയ പുതിയ കോഴ്സൊക്കെ അവർ ഡിവൈസ് ചെയ്യും, അല്ലേ? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ കൃഷ്ണ ഇപ്പൊ യൂറോപ്പിലൊക്കെ ഭഗവത്ഗീത ഇങ്ങനെയൊന്നുമില്ലല്ലോ. ഭഗവത്ഗീതത്തെ തത്വങ്ങൾ മാത്രമല്ല അവർ മാനേജ്മെന്റ് സ്റ്റുഡൻസിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതന്നെ ഇപ്പൊ ഭഗവാൻ കൃഷ്ണനെ വളരെ കൺവീനിയന്റ് ആയിട്ട് മാറ്റി നിർത്തി അതിന്റെ തത്വങ്ങളെ അവർ എടുത്ത് അത് പ്രചരിപ്പിച്ച് അന്ന് പൈസ ഉണ്ടാക്കുക. ദാറ്റ് ഈസ് നോട്ട് ദ പർപ്പസ്. ഓക്കെ, അതും ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നതെങ്കിലും കൂടിയിട്ട്, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ അൾട്ടിമേറ്റ് ഗോൾ. അതുകൊണ്ടാണ് പ്രഭുപാദയ്ക്ക് ഈ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എഴുതേണ്ട ആവശ്യം വന്നത്. സോ ദിസ് സ്പിരിറ്റ് ഈസ് ഡെമോണിക്. അതായത് ഇത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് ഡെമോണിക് ആണ്, ആസുരിക് പ്രവൃത്തിയാണ്. Because demons do not believe in God, but simply enjoy the property of the Supreme. ഭഗവാൻ കൃഷ്ണനെ അവർ വിശ്വസിക്കുന്നില്ല, പക്ഷെ അതിന്റെ തത്വത്തിനെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഡെമോണിക് ആണ്. ഭഗവാനെ വേണ്ട, ഭഗവാന്റെ പ്രോപ്പർട്ടീസിന് വേണം, അല്ലേ? ഭഗവാനിൽ വിശ്വാസമില്ല, പക്ഷെ ഭഗവാൻ തന്നിരിക്കുന്ന പ്രകൃതിയിലെല്ലാം ഞാൻ ആസ്വദിക്കുന്നു. ഭഗവാനെ നമ്മൾ മാനിക്കുന്നുമില്ല. പ്രകൃതിയിൽ തന്ന വെള്ളം, വെളിച്ചം, അതേപോലെ വായു, അതേപോലെ ഒരുപാട് മിനറൽസ്, വൃക്ഷങ്ങള്, കായ്കനികള്, ഫലങ്ങള്, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുന്നു. പക്ഷെ ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇതെന്താണ്? അസുരവൃത്തിയാണ്, ഡെമോണിക് മെന്റാലിറ്റി. ഇതാണ് പ്രഭുപാദ പറയുന്നത്. വളരെ സൂക്ഷ്മ തലത്തിൽ ഇത് കാണണം. ഗ്രോസ് ആയിട്ട് നമുക്ക് എന്താ പ്രശ്നം? എന്താ നമ്മളുടെ അർഹതപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടതല്ല, അതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതെല്ലാം തന്ന അതിന്റെ ഉടമസ്ഥനെ, ആ നാഥനെ നമ്മള് മാനിക്കുന്നില്ല. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മളെ നോക്കി വളർത്തിക്കൊണ്ടുവന്ന, സ്കൂളിൽ അയച്ച്, കോളേജ് അയച്ച്, നമുക്ക് എല്ലാ സൗകര്യവും തന്ന അച്ഛനും അമ്മയും മറക്കുമോ നമ്മള്?
അതിന് തുല്യമാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാം തന്ന ആ സുപ്രീം ലോർഡിനെ നമ്മൾ മറുക. സുപ്രീം ലോർഡിന്റെ എല്ലാം നമുക്ക് വേണം, എല്ലാ റിസോഴ്സും നമ്മൾ യൂസ് ചെയ്യണ്ടേ. ബട്ട് വി ഡോണ്ട് വാണ്ട് ദ സുപ്രീം ലോർഡ്. അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും എല്ലാ റിസോഴ്സും നമ്മൾ യൂസ് ചെയ്യും, മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു. പക്ഷെ അച്ഛനെയും അമ്മയും നമുക്ക് വേണ്ട, അതാണ് ഇവിടെ പറയുന്നത്. So since there is a great need of an edition of the Gita in English, as it is received by the Parampara discipline system, an attempt is made herewith to fulfill this great want. അപ്പൊ അതിന്റെ ഒരു ആവശ്യം വന്നപ്പോ ഞാൻ ഒരു അറ്റംപ്റ്റ് ചെയ്യാണ്. അതേപോലെ ഭഗവാൻ എന്താണോ ആഗ്രഹിച്ചത് അർജുന് പറഞ്ഞു കൊടുക്കാൻ, അത് അതേപോലെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജില് പ്രഭുപാദ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഭഗവത്ഗീത accepted as it is a great boon to humanity. But if it is accepted as a treatise of philosophical speculation, it is simply a waste of time. അപ്പൊ ഈ ഭഗവത്ഗീത നിർദ്ദേശത്തിനെ അതിനെ ഒരു ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മളുടെ സമയം വേസ്റ്റ് ആണ്. കാരണം ഈ മനുഷ്യ ജീവിതം എപ്പോഴും കിട്ടിയില്ല. ഇപ്പൊ ഭാഗ്യത്തിൽ നമുക്ക് എല്ലാവർക്കും മനുഷ്യ ജീവിതം, മനുഷ്യന്റെ ശരീരം, അപ്പൊ ഈ ശരീരം അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടില്ല. അതിനെ നമ്മൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ, ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ ആയിട്ട് കണ്ട് അതിന് പ്രാധാന്യം കിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭഗവത്ഗീത വായിച്ച് അതിന്റെ സമയം കളയാൻ. ബ്രേക്ക് ആവണം, ഒരു ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്. സിസ്റ്റം റിസോഴ്സസ് ആഫ്റ്റർ ഓഡിയോ ക്വാളിറ്റി. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? നേരത്തെ ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങളോ കമന്റ്സ് ഉണ്ടോ ഇതില്? എന്തെങ്കിലും ചോദ്യങ്ങളോ കമന്റ്സ് ഉണ്ടോ ഈ ശ്ലോകത്തില്? പ്രഭു ഹരേ കൃഷ്ണ, അത് എന്തോ നെറ്റ് പ്രോബ്ലം പോലെ ഉണ്ട് പ്രഭുവിന്റെ സംസാരം, കാറ്റ് വന്നിട്ട് ഇതാവില്ലേ, അതുപോലെ ക്ലിയർ അല്ല. എന്റെ ബ്രേക്ക് ആവുന്നുണ്ട്, ലാഗ് ഉണ്ട്, നെറ്റിന്റെ എന്തോ കാരണം തോന്നുന്നു, എന്റെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ഓക്കെ, ഞാൻ മൂന്നാമത്തെ ശ്ലോകം വായിക്കട്ടെ. സ ഏവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതമുത്തമം. സ ഏവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി ഏതദുത്തമം. ഓക്കെ, മംഗളമാതാജി വായിക്കും, നോക്കട്ടെ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സയേവം മയാ തേദ്യ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹി യദുത്തമം. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സ ഏവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതുത്തമം. ഹരേ കൃഷ്ണ. സന്ധ്യ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവ യോഗ പ്രോക്ത പുരാതന ഭക്ത അസി മേ സഖാ ചേതി രഹസ്യം ഹേതുത്തമം. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേത്യദുത്തമം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദിവ്യപൂജ്യ ശ്രീമദ് ശ്രീ ഭക്തി വേദാന്ത സ്വാമി പ്രഭാത് കി ജയ്. ഹരേ കൃഷ്ണ. നീ എന്റെ ഭക്തനും മിത്രമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്. അതുകൊണ്ട് അതീന്ദ്രിയമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. ഹരേ കൃഷ്ണ. Very good. That very ancient science of the relationship with the Supreme is today told by me to you, because you are my devotee as well as my friend, and can therefore understand the transcendental mystery of this science. ഭഗവാൻ അർജുനോട് പറയുന്നു, എന്തുകൊണ്ടാണ് ഞാൻ അർജുന നന്നെ
ഈ സയൻസ് ഓഫ് ഗീത, ഈ സയൻസ് ഓഫ് ഗോഡ്, ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് പറയാണ്. എന്താണ് അതിന്റെ അർജുനന്റെ യോഗ്യത എന്താണ്? 2 യോഗ്യതയാണ് പറയുന്നത്. യു ആർ മൈ ഡിവോട്ടി ആസ് വെൽ ആസ് മൈ ഫ്രണ്ട്. എൻ്റെ ഭക്തനുമാണ്, എൻ്റെ സുഹൃത്തുമാണ്. ഈ 2 ക്വാളിറ്റിയാണ് അർജുനനെ ഗീത കിട്ടാനുള്ള ആ യോഗ്യത ഭഗവാന്റെ നിന്ന്. There are 2 classes of men, namely the devotees and the demon. സുരൻ, അസുരൻ. സുരന്മാരെല്ലാം ഡിവോട്ടീസ് ആണ്, അസുരന്മാര് ഡിവോട്ടീസ് അല്ല. The Lord selected Arjuna as a recipient of this great science owing to his being a devotee of the Lord. But for the demon, it is not possible to understand the great mysterious science. അസുരന്മാർക്ക് വിശ്വാസമില്ല, പിന്നെ എങ്ങനെ അവർക്ക് മനസ്സിലാവുക? So there are a number of editions of this great book of knowledge. Some of them have commentaries by the devotees, some of them have commentaries by the demons. Commentation by the devotees is real, whereas that of the demons is useless. എന്താണ് ഡെമൺ ഇവിടെ യൂസ് ചെയ്യാൻ കാരണം? ഭഗവാൻ പറയുന്നതെല്ലാം അവിടെ അവർ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നത് അവരുടെ സ്വന്തം ഇന്റർപ്രിട്ടേഷനാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വ്യതിചലിച്ചത് കൊണ്ട് അങ്ങനത്തെ കമന്ററീസിനെല്ലാം വ്യാഖ്യാനങ്ങൾ എന്താ പറഞ്ഞ ഡെമൺസിന്റെ വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. പക്ഷെ ഭക്തന്മാര് വ്യാഖ്യാനം കൊടുത്തത് ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ അതിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. Commendation by the devotees is real, whereas that of the demons is useless. Arjuna accepts Sri Krishna as the supreme personality of Godhead, and any commentary on the Gita following in the footsteps of Arjuna is real devotional service to the cause of this great science. The demonic, however, do not accept Lord Krishna as the supreme personality of Godhead, and the demonic, however, do not accept Lord Krishna as he is. Instead, they concoct something about Krishna and mislead general readers from the path of Krishna's instruction. ഒരുപാട് കോൺകോക്ഷൻ. എന്താണ് കോൺകോക്ഷൻ എന്ന് പറഞ്ഞാൽ? ഊഹാപോഹങ്ങൾ. നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ എന്താണ് തോന്നുന്നത് അത് പ്രകാരമാണ് അവർ എഴുതുന്നത്. അത് ശരിയായിക്കൊണ്ട് നിർബന്ധമില്ല. കാരണം എന്തുകൊണ്ട് ശരിയാവില്ല? കാരണം നമ്മൾ 3 ഗുണങ്ങൾക്ക് അധീനമായിട്ട് നിൽക്കുന്ന അതീന്ദ്രിയന്മാരല്ല നമ്മൾ. അതുകൊണ്ടാണ് ഒരു ഡിവോട്ടി എഴുതിയ വ്യാഖ്യാനം തന്ന ഭഗവത്ഗീത വായിക്കണമെന്ന്. ഡിവോട്ടി, ഒരു ശുദ്ധ ഭക്തൻ എഴുതുമ്പോൾ ഭഗവാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ എഴുതുള്ളൂ. സ്വന്തമായിട്ട് യാതൊന്നും അതിൽ അഡീഷൻ ചെയ്യില്ല, ഡീലേഷൻ ചെയ്യില്ല. സോ ഹിയർ ഈസ് എ വാർണിംഗ് അബൌട്ട് സച്ച് മിസ്ലീഡിങ് പാത്സ്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഏത് പുസ്തകം വായിക്കണം, ഏത് ഭഗവത്ഗീത വായിക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൂടി ഇതിലുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭഗവത്ഗീത. One should try to follow the discipline suggestion from Arjuna and thus be benefited by this great science of Srimad Bhagavad Gita. അപ്പോൾ നമ്മൾ അർജുനന്റെ ആ പാത പിന്തുടർന്ന് ഒരു ഭക്തന്റെ ഭഗവത്ഗീത ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം വായിക്കണം. അല്ലാണ്ട് ഡെമോണിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മിനിറ്റ് കേട്ടോ. Okay, Hare Krishna. So, any comments or questions? എന്തെങ്കിലുണ്ടോ? ഇതിന്റെ ആമുഖത്തില് ആ ഡിസിപ്ലിൻ സസെഷൻ കൊടുത്തിട്ടുണ്ട് പ്രഭുപാദ അല്ലെ. പരമ്പരയിൽ വരുന്ന ആചാര്യന്മാർ അർജുനൻ മുതൽക്കുള്ള ആ പരമ്പര കൊടുത്തിട്ടുണ്ട്. ഏകദേശം 32 ആചാര്യന്മാരുടെ പേരുണ്ട് അതിൽ അല്ലെ. അവസാനം ശ്രീല AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഇതൊക്കെ
ഇത് വെറുതെ അല്ല, ഇങ്ങനെയാണ് ആ ഡിസിപ്ലിൻ ശാസ്ത്രം വന്നിരിക്കുന്നത്. ഭഗവത്ഗീത ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഇല്ലയോ? നോക്കിയിട്ടില്ലേ അത്? ഹരേ കൃഷ്ണ പ്രഭുജി. അധ്യായം 1 തുടങ്ങുന്നതിന്റെ തൊട്ടടുത്തുള്ള പേജ്. അതെ. ശിഷ്യ പരമ്പര പറഞ്ഞു കൊടുത്തിട്ട് അത് എവിടുന്നാ തുടങ്ങുന്നത്? കൃഷ്ണനിൽ നിന്ന്. ഇപ്പൊ ലാസ്റ്റ് ആരുടെ പേരാണ് ഇത്? പ്രഭുപാദ ശീലപ്രഭ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭ. അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇതല്ല, അതൊക്കെ ഇങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് വന്നിരിക്കുന്നത്. ഓത്തന്റിക് ഓത്തറൈസ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ അർജുനനിലൂടെ വരുമ്പോ അർജുനന്റെ പേര് ഏതാ വരുന്നേ? ഹരേ കൃഷ്ണ. അർജുൻ, അത് അർജുനന്റെ കൂടെ ഇത് വരുമ്പോ പറഞ്ഞാൽ വീണ്ടും പറഞ്ഞു തിരിക്കുകയാണ്. വീണ്ടും രണ്ടാമത് അത് നഷ്ടപ്പെട്ട കാരണം വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പലതുണ്ട്. ഇത് നമ്മളുടെ ആ ബ്രഹ്മ മാധവ് ഗൗഡിയ സമ്പ്രദായത്തിന്റെ പരമ്പരയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ പല പരമ്പരയുണ്ട്. ഇത് ഒരു ബ്രാഞ്ച്. നമ്മുടെ ഗൗഡിയ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഗൗഡിയ സമ്പ്രദായത്തിൽ നമുക്ക് എങ്ങനെ കിട്ടി, ഏത് പരമ്പരയിൽ കൂടെ കിട്ടി. അതേപോലെ രാമാനുജാചാര്യരുടെ അവരെ പരമ്പര ഉണ്ടായിരിക്കും, മാധവാചാര്യ ഉണ്ടായിരിക്കും, വിഷ്ണു സ്വാമി അവരുണ്ടായിരിക്കും, നിംബാർക്ക സ്വാമി അവരുണ്ടായിരിക്കും. അപ്പൊ നമ്മളുടെ ഈ സമ്പ്രദായത്തില് നമുക്ക് എങ്ങനെ കിട്ടി, എന്താണ് ആ പരമ്പര, ആ ലീനിയേജ് എന്താണ്, അതാണ് ഈ അത് ഒരു ജീനിയോളജിക്കൽ സ്റ്റഡി ഒക്കെ ഇല്ല. അത് വംശം, ഏത് വംശം, നമ്മുടെ അച്ഛനാരാണ്, അവരുടെ അച്ഛനാരാണ്, അവരുടെ അച്ഛനാരാണ്, അങ്ങനെ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും? ഭഗവാനിലെത്തും. അപ്പൊ അതിൻ്റെ ഒരു ലീനിയേജ് ആണ് പറയുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായത്തിനും അവരുടേതായിട്ടുള്ള ഒരു ലീനിയേജ് ഉണ്ടായിരിക്കും. ഇത് ബ്രഹ്മ മാധവ ഗൗഡി സമ്പ്രദായത്തിന്റെ ലീനിയേജ് ആണ്, ആ ഒരു പരമ്പരയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്ന സമ്പ്രദായത്തിന്റെ. ഹരേ കൃഷ്ണ പ്രഭുജി. അതേപോലെ വ്യാസ ഭഗവാൻ ഉണ്ടായതേ പിന്നെ ദ്വാപരയുഗത്തിലായിരുന്നല്ലേ? മധ്വാചാര്യർ കലിയുഗത്തിലല്ലേ ഉള്ളത് അല്ലേ? അതെ അതെ. അടുത്തത് നമുക്ക് ടെക്സ്റ്റ് 4 ഒരു ശ്ലോകം കൂടി എടുക്കാം അല്ലേ? കുഴപ്പമില്ലോ? അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിഭസ്വതാം കഥം ഏതദ് വിജാനീയം ത്വാമാദോ പ്രോക്തവാനിതി. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിഭസ്വതാം കഥം ഏതദ് വിജാനീയം ത്വം ആദോ പ്രോക്തവാനിതി. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അപരം ഭവതോ ജന്മം പരം ജന്മം വിവസ്വത കഥമേതദ് വിജാനീയാം ത്വമാദോ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. സന്ധ്യ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ കൂടി വായിച്ചോളൂ. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജനിച്ചെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? Arjuna said, the sun god Vivaswan is senior by birth to you. How am I to understand that in the beginning you instructed this science to him? അല്ലേ? ഈ ചോദ്യം റെലവെന്റ് ആണ്.
സൺഗോഡ് എത്രയോ ബില്യൺസ് ഇയേഴ്സിന് മുമ്പ് എന്നാണ് അങ്ങിപ്പോ എന്റെ കൂടെ നിൽക്കുന്നു. എങ്ങനെ ഞാനത് മനസ്സിലാക്കുക? എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇത് അങ്ങ് സൂര്യഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലേ? നല്ല ചോദ്യമല്ലേ? നമ്മളും ഇതേപോലെ ചോദ്യം ചോദിക്കണം. പരീക്ഷിത് മഹാരാജവും സുഖദേവ ഗോസ്വാമിയുടെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്ന് പരീക്ഷിത് മഹാരാജാവിന്റെ ഇൻക്വിസിറ്റീവ്നെസ് അല്ലേ, ഇത് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ സുഖദേവ് ഗോസ്വാമി മനസ്സിലായി. സോ ഹി വാസ്, രണ്ടുപേരും വളരെ ഉത്സാഹത്തോടുകൂടിയാണ് ഇത് സംസാരിക്കുന്നു കേൾക്കുന്നു. അപ്പൊ അവിടെ പറയാനും നല്ലൊരു ഉത്സാഹം ഉണ്ടായിരിക്കും, കേൾക്കാനും ഉത്സാഹം ഉണ്ടായിരിക്കും. ഇത് രണ്ടുപേരും ഉറക്കത്തിലാണ്. സ്പീക്കറും ലിസണറും ഉറക്കത്തിലാണെങ്കിൽ എന്താ കാര്യം? അല്ലേ? നമ്മുടെ ശ്രീമദ് ഭാഗവതം ക്ലാസ് ഒക്കെ മിക്കതും അങ്ങനെയാണ്. സ്പീക്കർ ഉറക്കത്തിലായിരിക്കും. കാരണം എന്താണ്? എല്ലാ ക്യാമറയും ഓഫായിരിക്കും. നമ്മൾ ചുമരിനോട് പറയുന്ന പോലെ ആയിരിക്കും. നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ചുമരിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? ശുദ്ധ ഭക്തന്മാരെ സംബന്ധിച്ചുള്ള അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവര് ചുമരിനോട് സംസാരിക്കും. വിചാരിച്ചോണ്ട് പ്രഭുജിനെ ശുദ്ധഭക്തനാന്ന് വിചാരിച്ചോണ്ട്. അപ്പൊ ചോദ്യം ചോദിക്കണം അപ്പോഴാണ്. അതായത് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോ, എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറയണേ, മറ്റുള്ളവരെ അതിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ആ ഫ്ലോ പോവും, എൻ്റെ കോൺസെൻട്രേഷൻ പോവും. എനിക്കുള്ളതാണ്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? കോൺസെൻട്രേഷൻ പോകും. കോൺസെൻട്രേഷൻ. നമുക്ക് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ, ചെറുതായിട്ട് ഡിസ്ട്രാക്ഷൻ വന്നാൽ മതി. നമ്മൾ അറിയുന്ന ഒരുപാട് ശ്ലോകങ്ങൾ നമുക്കറിയാം ബയാട്ട് അല്ലേ? അപ്പൊ അത് ഞാൻ ചൊല്ലുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ വേറെ വല്ലവരും പറയുകയാണെങ്കിൽ, സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ആ ഇത് പോയി, ഫ്ലോ പോയി, ഞാൻ തെറ്റുവരുത്തുന്നു. എൻ്റെ കാര്യം പറയാണ്. അപ്പോ അത്രയും ഇതാണ്. അപ്പൊ നമ്മളെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധ വ്യതിചലിച്ചാൽ പോയി, നമ്മുടെ കോൺസെൻട്രേഷൻ പോയി. അതാണ് നമ്മളുടെ കാര്യം ഈ കലിയുഗത്തിൽ തരുന്നത്. അപ്പോ നമ്മൾ അറിഞ്ഞിട്ടില്ല, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കണം. കാരണം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളും അങ്ങനെ തന്നെ. ഇപ്പോഴും തന്നെ പല കാര്യങ്ങളും 1 പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ കലിയുഗത്തിലത്തെ കാര്യം. ലേസി, അൺഇന്റലിജന്റ്, മിസ്ഫോർച്യൂൺ, ഇതെല്ലാം കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കാത്തത് വലിയ കുഴപ്പമൊന്നുമില്ല. മനസ്സിലാക്കാൻ പറ്റാത്തത് വീണ്ടും ചോദിക്കാം. ഇവിടെ സുഖദേവ് ഗോസ്വാമിയുടെ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നത്, പരീക്ഷിത് മഹാരാജാവിനെ ടെസ്റ്റ് ചെയ്യാനുമുണ്ട് ചില സമയത്ത്. സുഖദേവ് ഗോസ്വാമി പർപ്പസിൽ ചില സസ്പെൻസ് വയ്ക്കും. അപ്പൊ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിത് മഹാരാജ് ചോദിക്കും. അപ്പൊ മനസ്സിലാവോ, ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ്. കാരണം 7 ദിവസം ഭക്ഷണവും ഇല്ല, ഉറക്കവും ഇല്ലാണ്ട് ഇരുന്ന് കേൾക്കുകയാണ്. നമുക്ക് 1 മണിക്കൂർ ഇരുന്ന് കേൾക്കാനുള്ള അതില്ല. ആണോ അന്നത്തെ ആൾക്കാരുടെയും ഇന്നത്തെ ആൾക്കാരുടെയും വ്യത്യാസം? പാനം ചെയ്തിട്ടില്ല. എന്താ പറഞ്ഞ? അച്യുത പീയൂഷം പാനം ചെയ്തോണ്ടേ. അച്യുത പീയൂഷം പാനം ചെയ്തിട്ടാണ്. അപ്പൊ ഇതാണ് ചോദിച്ചത്. അർജുനൻ ചോദിച്ചു, ഭഗവാൻ സൺ ഗോഡ് വിവസ്വാൻ എത്രയോ മുമ്പ് ജനിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ അങ്ങ് ഇപ്പൊ എൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങ് ഒരു 10-100 വർഷം മുമ്പേ ജനിച്ച അങ്ങ് ഇത് ഭഗവാൻ സൂര്യദേവനെ എങ്ങനെ കൊടുത്തു എന്നാണ് ചോദ്യം. അർജുന ഈസ് an accepted devotee of the Lord. So how could he not believe Krishna's words? ഭഗവാൻ പറയുന്നത് തെറ്റല്ലെന്ന് അറിയാം, എങ്കിലും അവനുടെ സംശയം ക്ലിയർ ചെയ്യണ്ടേ? The fact is that Arjuna is not inquiring for himself, but for those who do not believe in the Supreme Personality of Godhead, or for the demons who do not like the idea that Krishna should be accepted as the Supreme Personality of Godhead. For them only, Arjuna inquires on this point as if he were himself not aware of the Personality of Godhead or Krishna.
അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ചോദ്യം? നമ്മളെപ്പോലുള്ള മൂഢന്മാരായിട്ടുള്ള കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം തീർച്ചയായിട്ടും വരുന്നറിയാം. ഇതെങ്ങനെ നിങ്ങളെ ചോദിക്കുക? സൂര്യദേവന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുക? തീർച്ചയായിട്ടും ഈ ചോദ്യം വരും. അപ്പോൾ ഇതിനൊരു ആൻസർ വേണ്ടേ? അത് അർജുനൻ തന്നെ നമുക്ക് വേണ്ടി ചോദിച്ചു. As it will be evident from the 10th chapter, Arjuna knew perfectly well that Krishna is the Supreme Personality of Godhead, the fountainhead of everything, and the last word in transcendence. അർജുന അറിയാം, അർജുനൻ നിത്യപാർഷദാണ് ഭഗവാന്റെ, എറ്റേണൽ അസോസിയേറ്റ് ആണ്. അർജുന അറിയാം. പക്ഷെ അർജുനൻ ചോദിക്കുന്നത് അർജുനന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടില്ല. സാധാരണ ജനങ്ങളായുള്ള നമ്മളുടെ, എസ്പെഷ്യലി കലിയുഗത്തിൽ ഇതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല എന്നറിയാം, അവർക്ക് വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. Of course, Krishna also appeared as the son of Devaki on this earth. How Krishna remained the same Supreme Personality of Godhead, the eternal original person, is very difficult for an ordinary man to understand. ഭഗവാൻ എങ്ങനെ ഒരു മനുഷ്യരുടെ മകനായിട്ട് ജനിക്കാൻ പറ്റും? ഭഗവാൻ അങ്ങനെയാണോ? ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, എവിടെ ജനിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം. ഭഗവാൻ എന്തും സാധിക്കും. ഭഗവാന് സാധിക്കാത്ത വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരാൾ ചോദിച്ചു, ഭഗവാനാണെങ്കിൽ ഭഗവാന് ഉയർത്താൻ പറ്റാത്ത ഒരു മല ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചു. ഭഗവാന് എടുക്കാൻ പറ്റാത്ത ഒരു മല ഉണ്ടാക്കാൻ പറ്റും? മംഗളമാതാജി എന്താ ആശ്ചര്യമായിട്ട് നോക്കുന്നത്? ഭഗവാനെ ഉയർത്താൻ പറ്റാത്ത മല എങ്ങനെ ഭഗവാൻ ഉണ്ടാക്കുക? അതും പറ്റും ഭഗവാൻ അല്ലേ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. ഒരാൾ ചോദിച്ചു, ഭഗവാൻ അതൊക്കെ കാണിച്ചു കൊടുക്കും. ആവശ്യം വരുമ്പോ ഭഗവാൻ ചെയ്യും. സന്ദർഭം വന്നാലേ പറ്റുമോ? മംഗളമാതി യെസ് ഓർണോ? ഭക്തനാണെങ്കിൽ കണ്ടീഷന്റെ ഭക്തനാണ്, യശോദാമ്മയുടെ മുന്നിലേക്ക് കയറുതാക്കി കാണിച്ചു കൊടുത്തില്ലേ ഭഗവാൻ? അല്ല, എന്റെ ചോദ്യം മനസ്സിലായില്ല. അപ്പൊ ഭഗവാൻ എടുക്കാൻ പറ്റാത്ത ഒരു മല ഉണ്ടാവോ? ഉണ്ടാക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റാത്ത ഒരു മല ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ അധുരയല്ലേ, ഇൻകംപ്ലീറ്റ് അല്ലേ? അങ്ങനെ ഭഗവാന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭഗവാൻ ഇൻകംപ്ലീറ്റ് അല്ലേ? ഭഗവാൻ പറ്റാത്ത എന്താണുള്ളത്? അതെ, അതും പറ്റും. അതാ ഞാൻ പറഞ്ഞു പ്രഭുജി. ഇപ്പൊ യശോദാമ്മയുടെ മുന്നിൽ ഒരു കുട്ടിയായി വന്ന് കയറ് കെട്ടാന് സമ്മതിച്ചു കൊടുത്തല്ലോ, ബാക്കി ആർക്കും അത് പറ്റിയിട്ടില്ലല്ലോ. ഒരു ഭക്തനാണത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതും ചെയ്തു കൊടുക്കും. ഭഗവാൻ എന്തും സാധിക്കും. ഭഗവാൻ ആഗ്രഹിക്കുകയാണ് എനിക്കും എടുക്കാൻ പറ്റാത്ത ഒരു മല ഇവിടെ ഉണ്ടാവട്ടെ പറഞ്ഞാൽ അവിടെ ഉണ്ടായി. ഭഗവാൻ അടുത്ത മൊമെന്റ് വിചാരിക്കുക ആ മലയെ എനിക്ക് എടുക്കാൻ പറ്റട്ടെ പറഞ്ഞാൽ ഭഗവാൻ എടുക്കാൻ പറ്റും. ഭഗവാന് പറ്റാത്ത ഒന്നുമില്ല. ഭഗവാൻ വിചാരിക്കുകയാണ് ഞാൻ ഭഗവാനാണെന്നുള്ള കാര്യം മറക്കട്ടെ പറഞ്ഞാൽ ഭഗവാൻ മറന്നു. അപ്പൊ യശോദമ്മയ്ക്ക് ഭഗവാനെ കെട്ടാൻ പറ്റി. അല്ല, ഞാൻ കെട്ടാൻ സമ്മതിക്കില്ല, ഞാൻ ഭഗവാനാണ് പറഞ്ഞാൽ യശോദമ്മയ്ക്ക് കെട്ടാൻ പറ്റില്ല. പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഭഗവാൻ. ഭഗവാന്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നുള്ളൊരു വാക്കില്ല. പ്രഭാത പറയുന്ന പോലെ യുനോ the word impossible you will find in the Fool's Dictionary എന്ന് പറഞ്ഞത്. ഭഗവാന് പറ്റാത്തതേ ഒന്നുമില്ല. ഭഗവാൻ വിചാരിച്ചാൽ എന്തും പറ്റും. എടുക്കാൻ പറ്റാത്ത മല ഉണ്ടാക്കണമെങ്കിൽ അതും പറ്റും. എല്ലാം അതാണ് ഭഗവാൻ. ഭഗവാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തില്, ഈ പ്രപഞ്ചത്തില്, ഈ സൃഷ്ടിയിൽ. അതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ ദേവകിയുടെ പുത്രനായിട്ട് ജനിച്ചു, അതും സാധിക്കും. How Krishna remained the same Supreme Personality of Godhead, the eternal original person, is very difficult
for an ordinary man to understand. അങ്ങനെ ദേവകി പുത്രനായിട്ട് ജനിച്ചും എങ്ങനെ സുപ്രീം പേഴ്സണായിട്ട് നിന്നു എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. Therefore, to clarify this point, Arjuna put this question before Krishna so that he himself could speak authoritatively. അപ്പൊ ഈ പോയിന്റിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിച്ചത്. ഭഗവാൻ സ്വയം പറയുമ്പോൾ വളരെ അതോറിറ്റിയോടുകൂടി പറയാൻ പറ്റും. That Krishna is the supreme authority is accepted by the whole world, not only at present but from time immemorial, and the demons alone reject him. അതായത് കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിയും കൃഷ്ണൻ ഭഗവാനാണെന്ന് സ്വീകരിക്കും. അല്ലാത്തവർ റിജക്ട് ചെയ്യും. അവരെന്താണ്? അസുരന്മാരെന്നാ പറയുന്നത്, ഡിമൻസ്. Anyway, since Krishna is the authority accepted by all, Arjuna put this question before him in order to that Krishna would describe himself without being depicted by the demons who always try to distort him in a way understandable to the demons and their followers. It is necessary that everyone for his own interest know the signs of Krishna. Therefore, when Krishna himself speaks about himself, it is auspicious for all the words. To the demons, such explanations by Krishna himself may appear to be strange, because the demons always study Krishna from their own standpoint. But those who are devotees heartily welcome the statements of Krishna when they are spoken by Krishna himself. അപ്പോൾ അസുരന്മാരെ അവര് മിസ്ഇന്റർപ്രറ്റ് ചെയ്യും, അവരുടെ സ്വന്തം വ്യാഖ്യാനാണ് അവര് കൊടുക്കുക. ഭക്തന്മാർ എന്താണോ കൃഷ്ണൻ പറഞ്ഞത് അത് ആസ് ഇറ്റ് ഈസ് സ്വീകരിക്കും. The devotees will always worship such authoritative statements of Krishna because they are always eager to know more and more about him. The atheists who consider Krishna as an ordinary man may in this way come to know that Krishna is superhuman, that he is Satchidananda Vigraha, the eternal form of bliss and knowledge, that is transcendental and that is above the domination of the modes of mental nature and above the influence of time and space. ഭഗവാൻ എന്ന് പറയുന്നത് 3 ഗുണത്തിന്റെ അതീതമായിട്ടുള്ളതാണ്. സമയം, അതേപോലെ ഈഥർ, സ്പേസ്, ഇതൊന്നും ഭഗവാനെ എഫക്ട് ചെയ്യുന്നില്ല. ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഇതെല്ലാം ഡിവോട്ടീസിന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എ ഡിവോട്ടി ഓഫ് കൃഷ്ണ ലൈക്ക് അർജുന ഈസ് undoubtedly above any misunderstanding of the transcendental person of Krishna. Arjuna's putting this question before the Lord is simply an attempt by the devotee to defy the atheistic attitude of persons who consider Krishna to be an ordinary human being subject to the modes of material nature. അത് സാധാരണ ആൾക്കാര് ഭഗവാനെയും ഒരു സാധാരണ മനുഷ്യനായിട്ട് കാണാൻ പാടില്ല. ത്രിഗുണങ്ങളുടെ അധീനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ല ഭഗവാൻ. അതിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ ഈ ചോദ്യം ചോദിച്ചത്. ഭഗവാന്റെ പൊസിഷൻ ഒരിക്കലും അത് നഷ്ടപ്പെടില്ല. അത് ഏത് രൂപത്തിലും ഏത് സമയത്തിലും വന്നാലും ശരി, ആരുടെ മകനായിട്ട് വന്നാലും ശരി, ഭഗവാന്റെ ഭഗവത്വം, സുപ്രീം പൊസിഷൻ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഭഗവാൻ ദേവകി പുത്രനായിട്ട് വന്നാലും ശരി, വരാഹമായിട്ട് വന്നാലും ശരി, അതേപോലെ വാമനായിട്ടോ അല്ലെങ്കിൽ മത്സ്യ കൂർമ്മ, എങ്ങനെ എന്ത് വന്നാലും ശരി, ഭഗവാൻ എപ്പോഴും ഭഗവാനാണ്. ഭഗവാന്റെ പൊസിഷൻ ഒരിക്കലും ഇൻഫീരിയർ ആവില്ല എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അർജുനന്റെ ആ ഒരു ചോദ്യം എങ്ങനെ ഭഗവാൻ, സൂര്യ ഭഗവാൻ ഇത് പറഞ്ഞു കൊടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം നമുക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ പൊസിഷൻ, ഭഗവാന്റെ സ്ഥാനം, ഭഗവാന്റെ ആ ഭഗവത്ത ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാവും. സോ അടുത്തത് ടെക്സ്റ്റ് 5 അടുത്ത ആഴ്ച. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय। श्रील प्रभुपाद गुरु महाराज की जय। ताय गो प्रेमानंदी। हरि हरे कृष्ण।